അപ്പോൾ 5 വ്യക്തികൾക്ക് 2024 ഭാരതരത്ന ലഭിച്ചു. ഒന്നാമതായിട്ട് ലഭിച്ചത് കർപ്പൂരി ഠാക്കൂർ. അദ്ദേഹം ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇനി രണ്ടാമത് പ്രധാനമായിട്ടും ലഭിച്ചിട്ടുള്ളത് അതായത് ലാൽകൃഷ്ണ അദ്വാനിക്കാണ്, LK അദ്വാനി. ഇനി അടുത്ത മൂന്നാമത്തെ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ PV നരസിംഹറാവു ആണ്. അതായത് 1992 രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന, പഞ്ചായത്തി രാജ് സംവിധാനം രാജ്യത്ത് നടപ്പിലാക്കിയ സമയത്ത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന. പിന്നീട് നാലാമത്തെ വ്യക്തി 2024 ഭാരതരത്ന ലഭിച്ച നാലാമത്തെ വ്യക്തിയാണ് ചൗധരി ചരൺ സിംഗ് എന്നുള്ളത്. അതായത് രാജ്യത്തെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന, ഏറ്റവും കുറച്ചുകാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഡിസംബർ 23, ദേശീയ കർഷക ദിനം. എപ്പോഴും PS ചോദിക്കാറുള്ളതാണ്. ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് ഔദ്യോഗികമായിട്ട് ആചരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് 5ാമത്തെ വ്യക്തിയാണ് നമുക്കേറെ സുപരിചിതമുള്ള PS അടുത്ത് പ്രസ്താവന രീതിയിലൊക്കെ ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഡോക്ടർ MS സ്വാമിനാഥൻ. അതായത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് അദ്ദേഹം. ഇന്ത്യയിലെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ 2024 ചരിത്രത്തിലാദ്യമായി ഒരു കാലയളവിൽ, അതായത് ഒരു വർഷം 5 പേർക്ക് ഭാരതരത്ന ബഹുമതികൾ കൊടുക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു സമയം 5 വ്യക്തികൾക്ക് ഭാരതരത്ന പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡിൽ എന്നുള്ളതാണ്. കർപ്പൂരി ഠാക്കൂർ, 2 ലാൽകൃഷ്ണ അദ്വാനി, 3 ചൗധരി ചരൺ സിംഗ്, 4 PV നരസിംഹറാവു, 5 ഡോക്ടർ MS സ്വാമിനാഥൻ.